നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, നേരത്തെ എൽമിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞ അതേ കാര്യം, നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അത് നമുക്ക് അത് തൗഹീദാണ്. അല്ലാഹു തആല നമ്മെ അറിയിച്ചിട്ടുള്ള സംഗതി, എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്? തൗഹീദിന് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടി, തൗഹീദ് ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യനെയോ ജിന്നിനെയോ നാം സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? അത് ചെറിയ അളവിലൊക്കെ അനുഭവിച്ചവരായിരിക്കും ഒരുപക്ഷെ നമ്മളൊക്കെ. ഈ തൗഹീദിന്റെ വെളിച്ചം കിട്ടുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം? എന്തിനാണ് ജീവിക്കുന്നത് എന്നറിയില്ല, ലക്ഷ്യമില്ല, എന്തും ചെയ്യാം. അങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അതൊരു സ്വാതന്ത്ര്യമാണ്, വിമോചനമാണ് എന്നൊക്കെ ചില ആളുകൾ പറയും. പക്ഷേ അതനുഭവിച്ചവർക്കറിയാം ഏറ്റവും വലിയ അദാബ് എന്ന് പറയുന്നത് താൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നറിയാത്ത അവസ്ഥയാണ്. അവർ സ്വതന്ത്രരാവുകയല്ല ചെയ്യുക, നേരെ മറിച്ച് അവരെല്ലാത്തിന്റെയും അടിമകളാവുകയാണ് ചെയ്യുക. അള്ളാഹുവിന്റെ അടിമയായി അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് ഒരാൾ അകന്നുപോയി കഴിഞ്ഞാൽ അവൻ പിന്നെ പലതിന്റെയും അടിമയാവുകയാണ് ചെയ്യുക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ഹറബു മിനർ റിഖ്ഖി അല്ലദീ ഖുലിഖൂ ലഹു വബുലു ബിറിഖ്ഖിൻ നഫ്സി വശൈത്താൻ. ഏതൊരു അടിമത്തത്തിന് വേണ്ടിയാണോ അവരെ സൃഷ്ടിച്ചത്, ആ അടിമത്തത്തിൽ നിന്ന്, റിഖ്ഖിൽ നിന്ന് അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഫബുലു, അവർ പരീക്ഷിക്കപ്പെട്ടു. അങ്ങനെ അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് സ്വതന്ത്രരാവാൻ ശ്രമിച്ചപ്പോൾ ഫബുലു ബിറിഖ്ഖിൻ നഫ്സി വശൈത്താൻ, സ്വന്തം നഫ്സിന്റെ തിന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം അയ്ബുകളുടെ, ന്യൂനതകളുടെ കലവറയായ സ്വന്തം മനസ്സ് എന്ന് പറയുന്ന ഈ ദുഷിച്ച വസ്തു, അതിന്റെയും ഷെയ്ത്താന്റെയും അടിമകളായി മാറുക എന്നാണ് സംഭവിച്ചത്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു അടിമയായി ജീവിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ ഒരു അടിമയാണ്. ഒന്നുകിൽ അള്ളാഹുവിന്റെ അടിമയാകാം, എല്ലാ കമാലിന്റെയും എല്ലാ പൂർണ്ണതയുടെയും ഉടമയായ, നന്മ മാത്രം കൽപ്പിക്കുന്ന, ആ നന്മ ചെയ്താൽ അതിന് കൂടുതൽ തൗഫീഖും എളുപ്പങ്ങളും ചെയ്തു തരുന്ന, അതിന് പിന്നീട് അവന്റെ റഹ്മത്ത് കൊണ്ട് കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്ന റബ്ബിനെ അനുസരിച്ച് അവന്റെ അടിമയായി ജീവിക്കാം. അല്ലെങ്കിൽ മറ്റു മനുഷ്യരുടെ, മറ്റേതെങ്കിലും സ്ഥാപനത്തിന്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ സ്വന്തം പാപിയായ മനസ്സിന്റെ അടിമയായി ജീവിക്കാം, പിശാചിന്റെ അടിമയായി ജീവിക്കാം. ഈ രണ്ട് ഓപ്ഷനേ മനുഷ്യനുള്ളൂ. അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കണോ, അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കണോ, അതല്ല സ്വന്തം ഹവയെ. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു, സ്വന്തം ഹവയെ ഇലാഹാക്കിയവനെ നീ കണ്ടുവോ? സ്വന്തം ഹവയെ മുത്തലക്കായി നിരുപാധികം അനുസരിച്ചുകൊണ്ട് ഹവയുടെ അടിമയായി, ദേഹേച്ഛയുടെ അടിമയായി ജീവിക്കണോ? ഇതേ മനുഷ്യന് തിരഞ്ഞെടുക്കാൻ അവസരമുള്ളൂ. അപ്പൊ രണ്ടാമത്തെ സ്ഥാനം ഇതാണ്, രണ്ടാമത്തെ കാര്യം ഇതാണ്, തൗഹീദിന്റെ മഹത്വം മനസ്സിലാക്കുന്ന കാര്യം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു, നമ്മുടെ ജീവിതത്തിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്, നമ്മൾ ഈ ഭൂമിയിൽ കടന്നു വന്നതിന് നമ്മുടെ വുജൂദിനുള്ള ഹിക്മത്ത് എന്താണ് എന്നത് തൗഹീദാണ്.